ഹായ് ഹലോ നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ വണ്ടാനം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. വണ്ടാനത്തുള്ള ശൈത്യയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തേക്കുന്നത്. ഹസ്ബൻഡിന് ഒരു പണി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പണി നമുക്കൊക്കെ കൊടുക്കാം, പക്ഷേ എന്നെ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൈത്യയുടെ ഹസ്ബൻഡ് ശിവ ബ്രോ ഒരു മെൻ്റലിസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെൻ്റലിസ്റ്റിൻ്റെ കൂടെ ഒരു മുഖാമുഖ സംഭാഷണത്തിനായിട്ട് പോകുന്നത്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റിൽ എന്തെങ്കിലും നമുക്ക് മെൻ്റലിസ്റ്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാനും ശ്രമിക്കാം. ഓക്കെ, സോ കം. Once again, welcome to My Choice Puttupudi and Spices Fun Family. So, Shaitiyum Shivabroyum ready ആണ്. Welcome to the show. Thank you very much. Hi. എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണ്, ഇതൊക്കെ തന്നെയാണ് വിശേഷം. നല്ല വിശേഷം. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മെന്റലിസ്റ്റുമായിട്ട് അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട് എന്നതല്ലാണ്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ശൈത്യക്ക് താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തതിലും ബ്രോ ആയിട്ട് ഒരു സംഭാഷണത്തിനുള്ള ഒരു അവസരം ഒരുക്കി തന്നതിലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബ്രോയുടെ അടുത്ത് ചോദിക്കാനുള്ളത്, എന്താണ് മെന്റലിസം? മെന്റലിസം ആക്ച്വലി അത് ഒരു മാജിക്കിന്റെ ഒരു ഡീപ്പർ വേർഷനാണ് മെന്റലിസം എന്ന് പറയുന്നത്. അതിപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആർട്ട് ഫോം തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് വല്ല നിങ്ങളിപ്പോൾ അതാ മനസ്സിലാലോചിക്കുന്ന വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. അവരുടെ മുമ്പിൽ പോകാൻ പേടി. ഇപ്പം വൈഫിനോട് തന്നെ, വൈഫ് ടീച്ചറാണ്, അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ വൈഫിനോട് ടീച്ചർമാർ ഫ്രണ്ട്സ് ചോദിച്ചിട്ട് ഇവള് പറഞ്ഞ് എനിക്കറിയാം ഇദ്ദേഹത്തിൻ്റെ കൂടെ എങ്ങനെ നിൽക്കുന്ന, അടുത്തതിൻ്റെ കാര്യങ്ങൾ അടിച്ചു വരത്തില്ല മനസ്സിലായി. ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ പറ്റത്തില്ല. ഇതൊക്കെ ഒരു ബേസിക് ട്രിക്ക് തന്നെയാണ്. സോ മെന്റലിസം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുള്ളത്, നിങ്ങളുടെ മൈൻഡിലുള്ളൊരു കാര്യം നമ്മൾ കുറേ സജഷൻസ് ഒക്കെ തന്നിട്ട് മസിൽ റീഡിങ്, പിന്നെ ഐ മൂവ്മെന്റ്സ്, ഐ ഫ്ലിക്കറിങ് റേറ്റ് ഒക്കെ വെച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാനുള്ള ശ്രമം. 50-50 ചാൻസ് ആണ്, എപ്പോഴൊന്നും ശരിയാവണമെന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ശൈത്യയിലേക്ക് വരുന്നു. ഇതിന് ചെറിയൊരു ബ്രേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു ഈ ഒരു കല്യാണം? മെന്റലിസ്റ്റ് ആണെന്ന് ആദ്യമേ, അതിനുശേഷമാണോ ആയത്? അത് കല്യാണത്തിന് മുമ്പൊക്കെ ആള് മെന്റലിസ്റ്റ് തന്നെയാണ്? മെന്റലിസ്റ്റ് ശിവ പ്രോഗ്രാം ഒക്കെ കുറവായിരുന്നെങ്കിലും അതിനുമുമ്പ് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ പിന്നെ ഇത്രയും അറിയാവുന്ന മെന്റലിസ്റ്റ് ആണെന്ന് അറിഞ്ഞ പിന്നെ കല്യാണത്തിന് ശേഷമായിരുന്നു. അത് ഇഷ്ടമാണ്. എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിട്ട് നോക്കിയിട്ടുണ്ട്? ഈ സാധനം സെറ്റ് ചെയ്തെടുക്കണേന്ന് ഒരു വട്ടം നോക്കിയിട്ടുണ്ട്, പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. എന്ത് ചെയ്യുന്നു ശൈത്യ? എന്താ ചെയ്യുന്നത്? ഞാൻ ടീച്ചറാണ്. ഏത് സബ്ജക്റ്റ് ആണ്? മാത്സ് ആണ്. എനിക്ക് പ്രീ-KG സെക്ഷൻ. മെന്റലിസ്റ്റ് എന്നല്ലാണ്ട് ഒരു ഓണ്ടർപ്രണറും കൂടിയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് ബിസിനസ്? ബിസിനസ് ഭയങ്കര ലോക്കൽ ബിസിനസ് തന്നെയാണ്. കൺസ്ട്രക്ഷൻ റിലേറ്റഡുള്ള മെഷീനറീസ് ഒക്കെ റെന്റ് ചെയ്യുന്ന ബിസിനസ് ആണ്. ഓക്കെ, ശരി. ഇപ്പൊ എന്തായാലും കുടുംബത്തിൽ പുതിയൊരു അതിഥി വരുന്ന ഒരു സമയത്തിലാണ് ഇരിക്കുന്നത്. ശൈത്യ എത്ര മാസമായി? 5 months. ഓക്കെ, ഫസ്റ്റ് ബേബി ആണല്ലോ അല്ലെ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആകുന്നു ഈ മാസം 29-നാണ്. 29-നാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തോരം കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും ഒരുപാട് കൺഗ്രാറ്റ്സ് തരാൻ അവസരം കിട്ടട്ടെ. ഓക്കെ, അപ്പോ എനിക്ക് ഏതെങ്കിലും ഒരു മെന്റലിസ്റ്റിനെ കാണുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ആക്ച്വലി നിങ്ങൾ വന്നതിന് സർപ്രൈസ് ആണ്. ഇങ്ങനൊരു മണി ഇങ്ങനെ കയറി വരുന്നു വിചാരിച്ചതില്ല. അപ്പം ശ്രമിച്ചു നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ മെന്റലിസം എന്ന് പറയുന്നൊരു 50-50 ചാൻസ് ഉള്ള ഒരു ഗെയിമാണ്, ലൈക്ക് ഒരു ആർട്ട് ഫോം ആണ്. ഗെയിം അല്ല, ഇറ്റ്സ് ലൈക്ക് ആർട്ട് ഫോം. സോ അത് വിജയിക്കാനുള്ള സാധ്യത പോലെ തന്നെയാണ് തോൽക്കാനുള്ള സാധ്യതയും. തോക്കുവാണെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ ബ്രോ, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലല്ലേ ചില ഈ മെന്റലിസം ഒക്കെ വീഡിയോസ്? കൂടുതലും എൻ്റെ വീഡിയോസിന്റെ താഴെ കമന്റ് വരുന്നതായി ഇവര് ലൈക്ക് എന്ത് ഓൺലൈൻ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ നിറയെ കമന്റ് ആണ് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ തന്നെ കുറെ പേര് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വന്നപ്പോ ഇപ്പൊ ഏകദേശം കുറച്ചൊരു പ്രാക്ടിക്കലി കണ്ടുപോ കുറെ കമന്റ്സ് വരും. അതുകൊണ്ട് ഞാൻ എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ ചോദിക്കാൻ പോണേ, എന്താ പറയാൻ പോണേ എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണ്. ഇത് 100% എന്താ പറയാ, ഐ മീൻ സ്ക്രിപ്റ്റഡ് അല്ല. അതായത് കുറെ അധികം കമന്റ്സ് ആണ് സ്ക്രിപ്റ്റഡ് ആണ്. എനിക്ക് നേരത്തെ പറഞ്ഞത് നമ്മൾ ഒന്നും അല്ല. ഓക്കെ, നമ്മളിത് നേരത്തെ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ടു കൺഫേം ബ്രോ, എൻ്റെ ഒരു പുസ്തകമുണ്ട്. ഇതിപ്പോ നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്. കുറെ അധികം പുസ്തകങ്ങൾ ഇരുന്നതിൽ റോയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പുസ്തകം. മാറ്റണോ? വേണമെങ്കിൽ മാറ്റണം. ബ്രോ ഒരു കാര്യം ചെയ്യും, ആ പുസ്തകത്തിൽ എത്ര പേജ് ഉണ്ടെന്ന് നോക്കിയാൽ
എത്ര പേജ് ഉണ്ട്? 328 328 പേജ്. പേജ്. അപ്പൊ എല്ലാം കൂടെ ഒരു 16,000 വേർഡ്സ് എങ്ങനെയൊക്കെ വന്നാലും കാണും അതെനിക്ക് വലിയ ധാരണ ഏകദേശം. എന്നാലും ഒരു പുസ്തകത്തിന്റെ ഒരു ഒരു കനം വെച്ചിട്ട് ഏകദേശം ഒരു 6,000 5,000 വേർഡ്സ് മേളിൽ എന്തായാലും ഉണ്ട്. എല്ലാം കൂടെ ഒന്നും എന്റെ തലേ ഫീൽ ചെയ്യാൻ എന്തിനൊന്നും അല്ല. ഓക്കെ ഓക്കെ ബ്രോ, ഒരു കാര്യം ചെയ്യും ബ്രോ. ഇതിൽ നിന്ന് ഞാനൊന്ന് പറയുമ്പം ഇഷ്ടമുള്ളൊരു പേജ് തുറക്കുക, ഇഷ്ടമുള്ളൊരു വാക്കെടുക്കുക. കുറച്ച് വലിയ വാക്കെടുത്തു, അതായത് എനിക്കൊരു ഇച്ചിരി ചലഞ്ചിങ് ആവും. ഈ ദാ, ദി, വാസ് അങ്ങനെയുള്ള 3-4 അക്ഷരം ഒരു 10 അക്ഷരമൊക്കെ ഉള്ളൊരു 8-9 ഒക്കെ 10 അക്ഷരമുള്ള ഒരു വലിയ സംഭവം ആയിക്കോട്ടെ. ബ്രോ ഒന്ന് റിലാക്സ്ഡ് ആക്കിയേ. ഓക്കെ, ഒന്ന് നോക്കിയേ എന്നെ നോക്കിയേ. വളരെ കാമായിട്ടുണ്ട്, റിലാക്സ്. വേറെ ഒന്നും ആലോചിക്കണം, നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ആലോചിക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. ഒരു 1 2 3 ക്യൂക്ക്. പെട്ടെന്നൊരു പേജ് ഓപ്പൺ ചെയ്തേ. പെട്ടെന്ന് ആദ്യം കാണുന്നൊരു വലിയ വാക്ക് എന്നോട് പറയരുത്, എന്നെ കാണിക്കുകയും ചെയ്യേണ്ട. വലിയ വാക്ക് മാറ്റി വെക്കുക, പുസ്തകം മാറ്റി വെച്ചു. ഓക്കെ, പെട്ടെന്ന് ഒരു പേജ് തുറന്നു. ബ്രോയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇഷ്ടമുള്ളൊരു വാക്ക് എടുത്തു. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല ഇന്ന പേജ് തുറക്കണം, ഇന്ന വാക്ക് എടുക്കണം, ഇല്ല. ഓക്കെ, ജസ്റ്റ് ആ ലെറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് ആ വേർഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കണ്ണും തുറക്കാവും. ഓക്കെ, സ്റ്റാർട്ട് കൗണ്ടിങ്. കയ്യിലൊന്നും എണ്ണണ്ട, കണ്ണൊന്നും അനക്കരുത്, മനസ്സിൽ മാത്രം സ്പെല്ല് ചെയ്യുക, കൗണ്ട് ചെയ്യുക. എനിക്ക് ഒന്നുകൂടെ നോക്കാൻ പറ്റുമോ? വേണ്ട, കൗണ്ട് ചെയ്യണ്ട. സ്റ്റേ ലൈക്ക് വേർഡ് നന്നായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരുന്നേ. ഓക്കെ, എന്തായാലും ഒരു 8 ലെറ്ററിന് മേലുണ്ട്. ഓഫ് കോഴ്സ് സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായി കേൾക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് എന്തെങ്കിലും ഫുഡോ അങ്ങനെ എന്തെങ്കിലും ആണോ? ആണ്. ഓക്കെ, ബ്രോക്ക് ഇഷ്ടമുള്ളൊരു ഒബ്ജക്റ്റ് ആണെന്നോ, ലൈക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് അല്ലേ? ആണോ അല്ലേ? ആണ്. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്നൊരു സാധനമുണ്ട്. അല്ല, ആണ്. മറുപടി ഓക്കെ, മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ ബ്രോയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫ്രണ്ട്, ആ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തുടങ്ങുന്നൊരു ഇഷ്ടമുള്ളൊരു ഫ്രണ്ട് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും? എങ്ങനെ ഒന്നുകൂടെ? ആ ഒരു വേർഡിന്റെ പർട്ടിക്കുലർ വേർഡിന്റെ ഫസ്റ്റ് ലെറ്ററിൽ തുടങ്ങുന്ന ഒരു ഫ്രണ്ട് ഈ കൂട്ടത്തിലുണ്ടോന്നോ? അദ്ദേഹത്തെ ഇവിടെ നേരിട്ട് കാണാം. ജസ്റ്റ് ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക. പെട്ടെന്ന് വിളിച്ചേ. ഹായ് കാതറിൻ. ഔട്ട്സൈഡ് ആണ്. ഞാൻ ടയാനെന്ന് വിളിക്കുന്ന അത് മോശമായി പോയി. ഈ പേര് വെച്ച് അതേ കിട്ടുള്ളൂ, അതേ കിട്ടത്തുള്ളൂ. ഓക്കെ കണ്ട കുഴപ്പമൊന്നും. സി വെച്ച് വേറെ പേരില്ല. ഓക്കെ ഫൈൻ. ഓക്കെ ലെറ്റ്സ് മൂവ്. ഓക്കെ ബ്രോ, ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ പ്രത്യേക ദിവസം ബ്രോ അത് എവിടുന്നോ കിട്ടിയിട്ടുണ്ട്? ഇല്ല. നോ? ഇല്ല. പറഞ്ഞു തെറ്റിപ്പോവും. സമാധാനമായല്ലോ. ഓക്കെ, എന്താ ടാസ്ക്? നിങ്ങൾക്ക് ഒരു ടാസ്ക് ഉണ്ടല്ലോ. ഈ ടാസ്ക് ജയിക്കുവാണെങ്കിൽ യു ഹാവ് ടു പർച്ചേസ് എ ക്യാpuccino ഫോർ മീ. ഓ ഷിറ്റ്, റൈറ്റ്? സീരിയസ്ലി ക്യാpuccino. അയ്യോ, അപ്പൊ ഒരു 5,000 വേടങ്ങാനുണ്ടോ അല്ലേ അതിനകത്ത്? ഏതുകൊണ്ട് എടുക്കായിരുന്നല്ലേ? ഇന്ന് കുടിച്ചില്ല? ഇവിടുന്ന് തന്നു വിടാൻ കേട്ടോ. എന്തായാലും ഞാൻ സി പറഞ്ഞപ്പോ നിങ്ങൾ കോഫി എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. ഓക്കെ, കുടിച്ചോന്ന് വെച്ചപ്പോ മൈൻഡിലുള്ളത് കോഫി എന്ന് പറയുന്ന കോഫി ജസ്റ്റ് ഒരു 4 to 5 letters or 6 letters. It's not about 8 letters. ഞാൻ ഈ ബുക്ക് ഒന്നുകൂടെ നോക്കിക്കോട്ടെ, കാരണം എല്ലാ പേജിലും ഒരേ സാധനങ്ങളാണ് എഴുതി വെച്ചേക്കണത്. അടുത്തത് തപ്പിക്കും, ഏത് വേണം തപ്പിക്കും. നോ വറീസ്. ഈ ഒരു ട്രിക്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. ഞാൻ മാക്സിമം വായ അനക്കിയിട്ടില്ല, ചുണ്ടും അനക്കിയിട്ടില്ല, ചുണ്ടും കണ്ണൊക്കെ അനങ്ങിയായിരുന്നു. ആ വീഡിയോ നന്നായിട്ടൊന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കണം. കണ്ണൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അനങ്ങിയിട്ടുണ്ട്, മനസ്സിലായോ? ഒന്ന് നോക്കിയാണ് കേട്ടോ. അത് ചെക്ക് ചെയ്യണം. അത് സൂപ്പർ. എനിവേ താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ് വൺസ് അഗൈൻ. ഓക്കെ ശൈത്യ, നമുക്ക് എന്ത് പണി കൊടുക്കാം? എനിക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ക്രൈവിങ്സ് കൂടുതലുള്ള ആളല്ലേ, അപ്പം പുള്ളിക്കാരൻ നല്ല ഫുഡ് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയാം. നമുക്ക് ഈ സമയത്ത് എനിക്ക് ഇച്ചിരി സ്പൈസി ഫുഡും ചില സമയത്ത് നല്ല സ്വീറ്റ് കഴിക്കാനും തോന്നും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ഒരു ഷേക്ക് മേടിച്ചാൽ അപ്പോൾ വേണ്ട, മധുരം വേണ്ട, കഴിക്കണ്ട. ഞാൻ മാഗി കഴിക്കാൻ ഭയങ്കര കൊതിയാ, വേണ്ട. അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ടാക്കി തന്നാൽ കൊള്ളായിരുന്നു. പാവം ഭാര്യയുടെ ഒരു ആഗ്രഹമല്ലേ. എന്തൊക്കെയാ ഉണ്ടാക്കണ്ടേ? എന്തൊക്കെയാ ലിസ്റ്റ് കൊടുത്തോളും. ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാക്കി, അല്ലെങ്കിൽ ഷേക്ക്.
രണ്ടും ഉണ്ടാക്കിപ്പിക്കാം അല്ലേ? രണ്ടുണ്ടാകുമ്പോൾ പിന്നെന്താ, ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ പോലെ. അല്ല അത് ഇതിൽ ഞാൻ ഉത്തരവാദിയല്ല, ഇതില് വധു അല്ല, ഭാര്യ മാത്രമാണ്. എന്ത് പണി കൊടുക്കണം? രണ്ടും കൊടുക്കാം. രണ്ടും എടുക്കട്ടെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ശൈത്യ, യു ജസ്റ്റ് ബി ഹിയർ. ഞങ്ങള് കോഫി അല്ല, ഞങ്ങള് ഷേക്കും അതുപോലെ നൂഡിൽസും ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളോട് 2 കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന് നൂഡിൽസും വേറൊന്ന് ഷേക്കും. എന്ത് ഷേക്കാന്ന് ചോദിക്കാൻ മറന്നുപോയി. ഷേക്ക് ബ്രൗണിയുടെ ബിസ്ക്കറ്റ് ഷേക്കാ. ബിസ്ക്കറ്റ് ഷേക്കാണോ ഇഷ്ടം വൈഫിന്? ഇപ്പം നേരത്തെ ഒരു ഫലൂഡ വാങ്ങാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ മധുരം അല്ലേ കൺസിസ്റ്റൻസ് ആയിട്ട് കഴിച്ചോണ്ടിരിക്കുക. ഓക്കെ, ഈ മധുരം കഴിച്ചില്ല, ഷുഗറിന്റെ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞ് എല്ലാം വാങ്ങി തരുന്നുള്ളൂ, മധുരം ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പ്രതികാരത്തിൽ എന്താണ് നിങ്ങൾ വന്ന് കയറിയപ്പം ഒരു ഷേക്ക് ആക്ച്വലി നൂഡിൽസും പ്രഗ്നന്റ് ലേഡീസിന് ആരും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ബട്ട് വൈഫിന്റെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് ഒരു 1-2 സ്പൂൺ നമുക്ക് കൊടുക്കാം. ഓക്കെ, പണി തുടങ്ങാം. എവിടെയാണ് എന്തൊക്കെയാണ് വെച്ചേക്കുന്ന ഐഡിയ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ യൂസ് ചെയ്യാറുള്ള കിച്ചൺ തന്നെയാണ്. കിച്ചൺ ഞാൻ യൂസ്ഡ് ആണ്. വൈഫ് ഞാനിട്ട് തന്നെ ചെയ്യാറുണ്ട്. തിരക്കില്ലാത്തപ്പോൾ ചെയ്യാറുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇത് കൊള്ളാലോ. ഇതെന്തോന്നത്? ഇതൊരു വെറൈറ്റി സാധനമാണ്. ഓ, നമുക്ക് പണിയൊക്കെ പെട്ടെന്ന് കഴിയും. നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതെ അതെ, ഇവിടെ എല്ലാം പിന്നെ പ്ലേസ്ഡ് ആണ് കേട്ടോ. കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കും. വേറെ ഒന്നും അതെ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളു. ഇത് പിന്നെ പെട്ടെന്ന് വരുമല്ലോ. ഷേക്ക് ഉണ്ടാക്കാനാണ് പാട്. ആ ടൈമിൽ ഇതൊന്ന് പാത്രം ചൂടാൻ സമയങ്ങളുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി ഇടണം. കുറച്ച് ഓയിൽ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെ പയ്യെ ഒന്ന് ഇട്ടെടുക്കാം അല്ലേ? ഓക്കെ, നമ്മളിപ്പോ തക്കാളി ഇട്ടു, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി ആൻഡ് വെളിച്ചെണ്ണ. നൂഡിൽസ് ഉണ്ടാക്കിയൊന്നും വേണ്ട, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നൂഡിൽസിന്റെ പൗഡർ ഇട്ടിട്ട് നിൽക്കുക. ഇതാകുമ്പോൾ ഒന്ന് അതിൻ്റെ അകത്തോട്ടൊന്ന് മിക്സ് ആയിക്കോളൂ പ്രോപ്പറായിട്ട്. ഓക്കെ, അധികം വിടണ്ട, കാരണം ഇപ്പോൾ ശൈത്യക്ക് വേണ്ടിയിട്ടായതുകൊണ്ട്, ആൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇതൊന്നും അത്ര നല്ലതല്ല പ്രഗ്നൻസി പീരീഡിൽ അതൊക്കെ കഴിക്കാനായിട്ട്. ഇനി പറഞ്ഞ അവളൊരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മൾ സാധിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ആ ടാസ്ക് ഇനി അടുത്ത് ഞാൻ സമയം കളയുന്നില്ല, ഇതിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ കടക്കാം, ഇല്ലെങ്കിൽ പറഞ്ഞിരിക്കാം. വേണ്ട, നമുക്ക് കടന്നേക്കാം. ഇതേ സമയങ്ങളുണ്ട്. നമുക്ക് ബിസ്ക്കറ്റിന്റെ ഷെയ്ക്കാണ് പറഞ്ഞിരുന്ന. ഒരു 2-3 കാഷ്യൂ നട്ട്സും കിട്ടാം. എങ്ങനെയാണ് പൊതുവെ ഷോസും കാര്യങ്ങളൊക്കെ? നാട്ടിലാണോ അതോ വിദേശത്താണോ? എങ്ങനെയാണ് ബ്രോഡ് ഒരു പ്രൊഫഷണൽ ലൈഫ്? ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ 1-2 പ്രൊജക്ട്സ് ഓണാണ് വിദേശത്ത് ചെയ്യാനുള്ള. ആക്ച്വലി ഞാനിപ്പം കേരളത്തിന് വെളിയിലും ചെയ്യുന്നുണ്ട്. കൂടുതലും കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ തന്നെയാണോ? നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നൂഡിൽസ് കുറച്ചിടാം അല്ലേ? ഓക്കെ, അങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി എത്ര സമയം ഇങ്ങനെ കാത്തിരിക്കണം? പരസ്യത്തിലൊക്കെ പറഞ്ഞ് 2 മിനിറ്റ് വന്ന് നിന്നാ, പക്ഷേ ഒരു 5 മിനിറ്റ് വേണം. പത്ത് സെക്കൻഡിനുള്ളിൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ പൂർണ്ണമായും വേവുന്നതാണ്. കഴിക്കാൻ കൊള്ളാമില്ലെന്ന് അവള് കഴിച്ചു നോക്കിട്ട് പറയും. നമുക്കിതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ആക്കി, അതുപോലെ നമ്മുടെ ഷേക്കും ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് വിളിക്കാം.
ബ്രോ അപ്പം നമ്മുടെ ഷേക്കും ഹേ റെഡിയായിരിക്കാണ്. റെഡി ആയിരിക്കാം. ഞാൻ സുല്ലിട്ട് ശരി, അപ്പൊ എന്തായാലും ടാസ്കായി പോയി ബ്രോ. വേർത്ത് കുളിച്ചിട്ടോ ഫേസ് വെച്ച് ചൂട് ഭയങ്കര ചൂട്. അതെ, സമ്മതിക്കണം പെണ്ണുങ്ങളെ. സോ സാഡ്. സോ എനിവേ നമുക്ക് എന്തായാലും അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം. ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്തതിന്റെ ഒരു റിവ്യൂ അറിയണം നമുക്ക്. തീർച്ചയായിട്ടും. ഓക്കെ, സോ ശൈത്യ ഇത് വളരെ കാര്യമായിട്ട് കുറെ എഫേർട്ടൊക്കെ ഇട്ട് പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ കാരണം ഇല്ലെങ്കിൽ ഞാൻ ഈ സാധനം ഒന്നും ഉണ്ടാക്കി കൊടുക്കൂല, അത് ഇഷ്ടമുള്ളത് കൊണ്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. സോ അത് ടേസ്റ്റ് ചെയ്തോളൂ, റിവ്യൂ പറയൂ. ഓക്കെ, കുഴപ്പമില്ലല്ലേ? എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പൊടി ഇടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടരുത്. ആ ചെയ്ത് അധികം മസാല ഇല്ല. വേണ്ട. ഓക്കെ ഓക്കെ ഓക്കെയാണ്, സെറ്റ്. ഓക്കെയാണ്. എന്റെ ദൈവം, ഞാൻ കുറെ ബിസ്ക്കറ്റ് ഒക്കെ ഇട്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലല്ല, നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒക്കെ തരുന്ന ആളാണ്. അതിനുള്ള സാധനം എല്ലാം വിളിപ്പുണ്ട്. എന്ത് പറ്റി ടെൻഷൻ അടിച്ചെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് എത്ര മതി, എനിക്ക് വേഗം അടുക്കളയിൽ ഒന്ന് പുറത്തിറങ്ങണം. ഭാര്യ ആഗ്രഹത്തോട് കൂടിയിട്ട് പറഞ്ഞതാണ്, വൈഫ് പ്രഗ്നന്റ് ആണ്, സോ ആ ഒരു ആഗ്രഹം ഞാൻ നിറവേറ്റണം എന്ന് പറഞ്ഞു ഓടിച്ചാടി നടക്കുകയായിരുന്നു. നല്ലപോലെ ഉണ്ടാക്കുന്ന ആളാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സോ എനിവേ നമ്മുടെ ഈ ഒരു ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗെയിമിംഗ് സെഷനാണ്. അങ്ങനെ ശിവബ്രോക്കുള്ള ടാസ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇപ്പൊ ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശൈത്യ, ടെൻഷൻ ഉണ്ടോ? അറിയാലോ കാര്യങ്ങളൊക്കെ. ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അതെ ട്രീറ്റ് കിട്ടുള്ളൂ. അപ്പൊ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ശൈത്യക്ക് സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ് തന്നേക്കുന്നത്. ഇത് വലിയ ടാസ്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഗെയിം എന്താണെന്ന് വിശദീകരിക്കാം. ഞാൻ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു തരും. ഓക്കെ, ഇതാണ് ഫോട്ടോ. ഞാൻ പ്രേക്ഷകരൊന്ന് കാണിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫോട്ടോ തന്നെയാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈറ്റിലാണ്. ഓക്കെ, ശരി. അപ്പോൾ ഈ സാധനം ഞാനിവിടെ വെച്ചു. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ പീസസും ഉണ്ട്. അപ്പൊ കുട്ടിക്കാലത്തെ വലിയ ഗെയിം ആയിരിക്കും ഇത്, അറിയാലോ, ജിക്സോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയും, കാരണം 1 മിനിറ്റ് മാത്രമാണ് സമയം. ഈ 1 മിനിറ്റിനകത്ത് ഈ ഒരു ഫൺ ഫാമിലിയുടെ ആ ഒരു ലോഗോ ഇവിടെ ശൈത്യ വരുത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇവിടുന്ന് റെസ്റ്റോറന്റിലേക്ക് വിടാം ഫുഡ് കഴിക്കാൻ. ഓക്കെ, റെഡി അല്ലേ? സോ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 3, 2, 1, ഗോ. പത്ത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. ശൈത്യ 30 സെക്കൻഡ് ആയിട്ടുണ്ട്. സ്പീഡപ്പ് സ്പീഡപ്പ്. നമ്മൾ പകുതി പോലും ആയിട്ടില്ല. അയ്യോ, ടെൻഷൻ ആക്കിയതല്ല, സോറി. പോരട്ടെ. 45 സെക്കൻഡ്, 50 സെക്കൻഡ്, 5, 4, 3, 2, 1. യെസ്, സാരമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഇവിടുന്ന് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു എന്നത് മാത്രമേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളൂ. ഇവിടെയും നിങ്ങളെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബ്രോ, അപ്പോൾ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ? സൂപ്പർ ആയിരുന്നു. എന്താണ് തോന്നിയത്? എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനാണ് തോന്നിയത്. കൂടെ നിന്നൊന്ന് ചെയ്തു കൊടുക്കണം തോന്നി. കുഴപ്പമില്ല, ഇപ്പൊ ട്രീറ്റ് ഞാൻ ചെയ്തു കൊടുക്കും. ഓ, അങ്ങനെ നിരുത്സാഹപ്പെടുത്തൂല, ആഗ്രഹിച്ചത് എന്തായാലും നിറവേറ്റി കൊടുക്കും. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസം, എഫേർട്ട് ഇട്ടല്ലോ. എഫേർട്ട് ഇട്ടു. അത് തന്നെ എനിക്ക് തോന്നുന്നു. അവസാനം എപ്പോഴേക്കും ആദ്യത്തെ 2 വെക്കാനായിരുന്നു പാട്, പിന്നെ കണക്ഷൻ പിടിച്ച് കുറേ എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. സോ എനിവേ, നൈസ് ട്രൈ. അപ്പോൾ ട്രീറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഗിഫ്റ്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റ് വേണ്ടേ? ഓക്കെ, ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. ഫാം ഹൗസിന്റെ നല്ലൊരു ഉപഹാരം, നെയ്യും വെണ്ണയും വേർതിരിക്കാത്ത യഥാർത്ഥ പശുവിൻ പാലും തൈരും. ഫാം ഹൗസ്. Rich in nutrition, super rich in tasty spice pudding cake. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേക്ക്.
അറിഞ്ഞുകൊണ്ടുവന്നു. ആ മനസ്സ് ഞാൻ വായിച്ചു. ഇപ്പൊ ആരാ മെന്റലിസ്റ്റ്? നന്നായി, എന്തായാലും അതാണ് കഥ, അതിലാണ് കാര്യം. ഓക്കെ, ഒരു കൺഗ്രാറ്റുലേഷൻസ് സോ എനിവേ, ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സ് പാർട്ട്ണർ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മെയിൽ ഐഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.